കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇത് നമ്മൾ ധ്യാനിക്കുന്നത് സദൃശ്യവാക്യങ്ങൾ 25-ാം അധ്യായം 21-22 വാക്യങ്ങൾ. ശത്രുവിന് വിശക്കുന്നെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും, യഹോവ നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ, അവന് ദാഹിക്കുന്നുവെങ്കിൽ. അക്ഷരിക അർത്ഥം എന്താണ്? നിന്റെ ശത്രുവായ ഒരുത്തൻ അവൻ അധപ്പതിച്ചു പോയെങ്കിൽ, പണ്ട് നിന്നെ ഉപദ്രവിച്ചവൻ ഉള്ളിൽ സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ കുടുംബത്തിന് നന്മ ചെയ്താൽ, അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് നന്മ ചെയ്താൽ, മുൻകാലത്ത് അവൻ നിന്നോട് ശത്രുത കാണിച്ചത് അതിനേക്കാൾ വലിയ ശിക്ഷ അവനില്ല. അവൻ്റെ ഉള്ളിൽ തലയിൽ തീ കത്തും. മറുവശത്ത് ദൈവം നിനക്ക് പ്രതിഫലം തരും. കാരണം ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം ദൈവത്തിൻ്റെ ഒരു സ്വഭാവവും മനുഷ്യരിൽ വിരളമായിട്ട് കാണുന്ന ഒരു ക്യാരക്ടറുമാണ് ക്ഷമിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ നടക്കുന്ന അടിപിടി കേസുകൾ, കൊലപാതകങ്ങളെല്ലാം ചെറിയ വാക്കേറ്റ്. ഭക്ഷണം കഴിക്കാൻ പോകുന്ന സ്ഥലത്ത് ഒന്ന് കൈ കഴുകുന്ന വിഷയം, അല്ലെങ്കിൽ ഒരു പെട്രോൾ പമ്പിൽ ക്യൂ നിൽക്കുന്ന വിഷയം, അല്ലെങ്കിൽ ഒരു പാർക്കിങ്ങിൻ്റെ വിഷയം. ഒരാൾ മറ്റൊരാളെ ഷൗട്ട് ചെയ്യും, ആളെ ഇൻസൾട്ട് ചെയ്യും. അയാൾക്കപ്പോൾ കൂടാരുമില്ല. അയാൾ പോയിട്ട് ആൾക്കാരെയും കൂട്ടി വന്ന് പ്രതികാരം ചെയ്യും. ആ പ്രതികാരം വലുതായി കുടുംബത്തകർച്ചയാകും. കാരണം ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ ഭാര്യ വിധവയാകുകയാണ്, കുഞ്ഞുങ്ങൾ അപ്പനില്ലാതാകുകയാണ്. ഒരു നേരത്തെ പ്രശ്നം തലമുറകളോളം നീളുന്ന ദുഃഖമായി മാറും. ഇനി എൻ്റെ ആത്മീയാർത്ഥം നോക്കിക്കേ. ശത്രുവിന് വിശക്കുന്നു. എന്തിനാണ് വിശക്കുന്നത്? അവൻ ആരോടെങ്കിലും ഒന്ന് ഷൗട്ട് ചെയ്യണം. ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, ആരോടെങ്കിലും ഒന്ന് കലി തീർത്തില്ലെങ്കിൽ അവർക്ക് തൃപ്തിയില്ല. നീ അവന് തീറ്റയായിട്ട് നിന്ന് കൊടുത്താൽ, അവന് ഒച്ചിടാൻ ഒരാളില്ല, ദാഹിക്കുന്നു, നീ അവന് പാനീയമായിട്ട് നിന്ന് കൊടുത്താൽ, പ്രാർത്ഥനക്കാരനായി നീ പ്രാർത്ഥനാമുറിയിൽ പ്രാർത്ഥിക്കുമ്പോൾ വരുംകാലങ്ങളിൽ സ്വർഗ്ഗം അവൻ വെളിപ്പെടുത്തി കൊടുക്കും നീ ആരാണെന്ന്. അന്ന് അവൻ്റെ തലയിൽ തീ കത്തും. ദൈവം നിനക്ക് പ്രതിഫലം തരും. ദൈവം തരുന്ന പ്രതിഫലം എന്തായിരിക്കും? ഈ വിഷയത്തിൽ, അതായത് നിനക്ക് ന്യായമായത് കിട്ടേണ്ടത്, പറയേണ്ടത് പറയാതെ അടക്കി വെച്ചാൽ നിനക്കുള്ള പ്രതിഫലം, ഈ സദൃശ്യവാക്യത്തിൽ തന്നെ എൻ്റെ പ്രതിഫലമുണ്ട്. എന്താണ്? 11-ാം വാക്ക്, തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ. ഈ സൗമ്യതയുള്ളവർക്ക് കർത്താവ് കൊടുക്കുന്ന പ്രതിഫലം ഇതാണ് കേട്ടോ. ഒരു വിഷയമൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും കൺഫ്യൂഷനായി നിൽക്കുമ്പോൾ ആലോചന നിനക്ക് തരും. നീ പോലും അറിയത്തില്ല നിൻ്റെ വായിൽ നിന്നൊരു വർത്തമാനം വരിക. ഇൻ്റർവ്യൂവിന് പോയാൽ, അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരോട് സംസാരിക്കേണ്ടി വന്നാൽ, ഒരു മീറ്റിങ്ങിൽ ഇടപെടേണ്ടി വന്നാൽ, ഒരു ജോലി സ്ഥലത്ത് ഒരു കുടുംബ വഴക്ക് തീർക്കാൻ പോകുമ്പോൾ എൻ്റെ വായിൽ നിന്നൊരു വർത്തമാനം വരിക. അത് അന്തരീക്ഷം മാറ്റും. കാരണം സ്വർഗമാണെന്ന് പറയുന്നത്. ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവ് കൃപ നൽകട്ടെ. സൗമ്യതയുള്ളവരായി മറ്റുള്ളവരോട് ക്ഷമിക്കാൻ, കർത്താവിൻ്റെ പ്രതിഫലം പ്രാപിക്കാൻ സഹായിക്കട്ടെ. ആമേൻ.